ശരിക്കും 5 വർഷം വാറണ്ടി ഇവർ കൊടുക്കുന്നത്. എല്ലാ വാഷിംഗ് മെഷീനും ഇതേപോലെ ഹൈഡായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ടെമ്പറേച്ചർ കയറി വരുന്നത് ശരിക്കും ഇവിടെ ഒരു മാർക്ക് ഉണ്ട്. ഇതുകൊണ്ട് ഒരു നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടർ കറങ്ങുന്നുണ്ട്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെയും പോലെ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ അല്ല, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ മെയിനായിട്ട് കംപ്ലൈന്റ് ആവുന്ന ഒരു ഭാഗമാണ് അതിന്റെ ഡ്രയർ അല്ലെങ്കിൽ ഉണങ്ങുന്ന ആ ഭാഗം. നമ്മുടെ വാഷിംഗ് മെഷീന്റെ കപ്പാസിറ്റർ മാറുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് മാറി കുറച്ച് നാൾ ഉപയോഗിച്ചു, അപ്പോഴത്തേക്കും പിന്നെ അതിന്റെ മോട്ടർ കംപ്ലൈന്റ് ആകാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ അത് പരിശോധിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ പരിശോധിച്ചതിൽ മനസ്സിലായി, സാധാരണ വാഷിംഗ് മെഷീന്റെ ഇതേപോലെ ഒരു സാധനം ഉണ്ടാവും നമ്മുടെ ഡ്രയറിന്റെ കടിയിൽ. ഈ റബ്ബർ ബൂഷ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് മോട്ടറിലേക്ക് ഇറങ്ങിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മുടെ മോട്ടറൊക്കെ അടിച്ചു പോകുന്നത്. അങ്ങനെ നമ്മുടെ മോട്ടറും അടിച്ചു പോയിരിക്കുകയാണ്. കറങ്ങുന്നുണ്ട്, പക്ഷെ അത് പവറോട് കൂടി കറങ്ങുന്നില്ല, അതിനൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോട്ടർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മോട്ടർ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടു പഠിക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഷിംഗ് മെഷീൻ്റെ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാം. അതേപോലെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ പഴയ വീഡിയോയിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. പിന്നെ ചോദ്യത്തിനൊക്കെയുള്ള കുറെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ കഴിയും. നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ കുറച്ച് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ തന്നെ പറയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ട്, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാലോ. ഷോപ്പിംഗ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫറിലെ പ്രോഡക്റ്റുകൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അധികമൊന്നും പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മള് പിൻമോട്ടർ മാറ്റാൻ പോകുന്ന വാഷിംഗ് മെഷീൻ ഇതാണ്. അതിന്ന് വളരെ വിദഗ്ധമായിട്ട് കമ്പനി എസ്കേപ്പ് ആയിരിക്കുകയാണ്. ശരിക്കും 5 വർഷം വാറണ്ടി ഇവർ കൊടുക്കുന്നത് വാഷ് മോട്ടറിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് കമ്പനീന്റെ ശരിക്കുള്ള ഒരു ഐഡിയ ആണ്. മേടിക്കാൻ നേരത്തെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങണം നമ്മൾ വാങ്ങാൻ. ഇനി നമുക്ക് എങ്ങനെ ഇത് അഴിക്കാമെന്ന് നോക്കാം. ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ് ഉള്ളത്. അപ്പൊ നമുക്ക് പിൻമോട്ടർ കാണണമെങ്കിൽ ഈ ബാക്ക് സൈഡിലെ കവർ വരണം. ഇതിൽ സ്ക്രൂ ഒന്നുമില്ല, ഇങ്ങനെ തുറന്നെടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ സ്പിൻ മോട്ടർ വരുന്നത്, അതായത് തുണി ഉണക്കാൻ ഉപയോഗിക്കുന്ന മോട്ടർ വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ഇതിന്റെ കംപ്ലൈന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മോട്ടർ മുകളിൽ നിൽക്കുകയാണ്. ശരിക്കും ഇങ്ങനെ കറക്കി വിടുമ്പോൾ ജസ്റ്റ് കറങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശരിക്കും കംപ്ലൈന്റുകളിന് കപ്പാസിറ്റർ ആണ് കംപ്ലൈന്റ് വരിക. പക്ഷെ നമ്മളെ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാണ്. ഇതിൽ ശരിക്കും ലോഡ് എടുക്കാത്തതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഇപ്പൊ കപ്പാസിറ്ററിന്റെ പ്രശ്നമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. നമ്മൾ കപ്പാസിറ്ററും ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം മോട്ടർ ഓവർ ഹീറ്റ് ആകുന്നതാണ് ഇതിന്റെ കംപ്ലൈന്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ മോട്ടർ അഴിച്ചെടുത്തിട്ട് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അലുമിനിയം വൈൻഡിങ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പൊ ഒരു 2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മോട്ടർ ഒന്ന് ഓൺ ആക്കി നോക്കിയതാണ്. ഇപ്പൊ ജസ്റ്റ് കറക്കി വിട്ടാൽ കറങ്ങുന്നുണ്ട്. ഈ നിലയിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുകയാണ് ഈ വൈൻഡിങ് എല്ലാം. നിങ്ങൾക്ക് കാണാം ഈ ടെമ്പറേച്ചർ കയറി വരുന്നത്. ഇനി മോട്ടർ അഴിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ സ്ക്രൂകൾ കഴിക്കണം. ഇതാണ് അതിന്റെ ഡ്രമ്മിലേക്ക് പോയിരിക്കുന്നത്. 3 സ്ക്രൂവിലാണ് മോട്ടർ നമുക്ക് ഇവിടെ ഉറപ്പിച്ചു നിർത്തിയേക്കുന്നത്. പക്ഷേ ഈ 3 ഇവിടെ നിന്ന് നമുക്ക് അഴിക്കാൻ പറ്റില്ല. ഇത് 2 പൊളിയായിട്ട് ശരിക്കും ഇത് അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളില് വാഷിംഗ് മോട്ടർ നിങ്ങൾക്ക് കാണാം. ആ വാഷിംഗ് മോട്ടറിന്റെ ബെൽറ്റ് ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു 4-5 സ്ക്രൂ ഉണ്ടാവും ഈ സൈഡിൽ. അത് നമുക്ക് പെട്ടെന്ന് ഊരി മാറ്റാം. ആദ്യം ഇത് ഊരി മാറ്റാം. ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹാൻഡർ വെച്ചിട്ട് തന്നെ നമുക്ക് ലൂസ് ചെയ്യാം. ഇനി ശരിക്കും നമുക്ക് മേലേന്ന് ആ ഡ്രം പൊക്കിയാൽ തന്നെ ഇത് കാണാൻ നമുക്ക് ഈ ഷാഫ്റ്റ് ഊരി വരുന്നത്. ഓക്കെ, ഇപ്പൊ മോട്ടർ ഡ്രമ്മിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വിടിയിപ്പിക്കണം. അപ്പൊ ബെൽറ്റ് ഊരിയിട്ടുണ്ട്. ഡ്രെയിൻ പോകുന്ന ഈ പൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമുക്ക് അഴിച്ചാൽ തന്നെ ഇതുപോലെ വലിഞ്ഞു വരുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓരോ സ്ക്രൂകൾ ഇനി നോക്കാം. ഇനി ഇത് ഈ കാണുന്ന പോലെ ഓരോ കോർണറിലായിട്ട് 4-5 സ്ക്രൂ ഉണ്ടാവും. ഇതാണ് നമുക്ക് അഴിക്കേണ്ടത്. പിന്നെ അടിയിലും ഒന്നും ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഉള്ളിലായിട്ട് അടിയിൽ ആ സൈഡിൽ ഈ സൈഡിൽ 2 സ്ക്രൂ. എല്ലാ വാഷിംഗ് മെഷീനും ഇതേപോലെ ഹൈഡായി നിൽക്കുന്ന 1-2 സ്ക്രൂ ഉണ്ടാവും. അത് നമുക്ക് ആദ്യം അഴിക്കണം. ഒന്ന് കിട്ടി. ഇനി നമുക്ക് ഇതും കൂടെ അയക്കാം. ഇനി നമുക്ക് നിവർത്തി വെക്കാം. ഇനി നമുക്ക് ഈ സൈഡിലും പുറകിലുമായിട്ട് 4 സ്ക്രൂകളുണ്ട്. അങ്ങനെ ആകെ മൊത്തം സൈഡിൽ 2, പുറകിൽ 2, അടിയിൽ 2, അങ്ങനെ 6 സ്ക്രൂകളാണ് ഉള്ളത്. എല്ലാ സ്ക്രൂകളും അയച്ചു. ഇനി മേലത്തെ സെക്ഷനുമായിട്ട് കണക്ഷൻ ഉള്ളത് ഈ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ബ്രേക്ക് സിസ്റ്റം ആണ്. മറ്റേ ഡ്രയർ മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വലിയും. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഇടിച്ചിട്ട് ഇത് ഓഫ് ആകുന്ന ഒരു സിസ്റ്റം ആണ്. ഇതും കൂടെ ഊരണം. അപ്പോൾ നമ്മൾ മേലെ നിന്നുള്ള ഏകദേശം എല്ലാ കണക്ഷനും ഊരി. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്തായി. ഇനി നമുക്ക് ഇതിന്റെ മോൾ ഭാഗം നമുക്കാദ്യം മോട്ടറിലേക്കുള്ള കണക്ഷൻസ് ഒഴിവാക്കാം. ഇങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് മാറ്റുവാണെങ്കിൽ തന്നെ കളർ മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് തൽക്കാലം അത് നമുക്ക് ടേപ്പ് അടിച്ചു. പിന്നെ നമുക്ക് ഈ ഒരു എർത്ത് കണക്ഷനുള്ള എർത്ത് കണക്ഷനും കൂടെ ഉരിയെടുക്കാം. മോട്ടറിനാകെ കൂടി ഈ 3 സ്ക്രൂസ് ആണല്ലോ. ഇത് അഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മോട്ടർ സെപ്പറേറ്റ് ആയി കിട്ടും.
ശരിക്കും നമ്മുടെ മോട്ടോർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മോട്ടറിന്റെ പുള്ളിയും അതുപോലെയുള്ള ബ്രേക്ക് സിസ്റ്റവും നമുക്ക് ഇതൊന്ന് ഊരി മാറ്റാം. ഇതിനൊന്നും കംപ്ലൈന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അത് മാറ്റേണ്ട കാര്യമില്ല. ഓരോന്നായിട്ട് അയച്ചെടുക്കാം. അതേപോലെ ഈ പുള്ളിയും കൂടെ നമുക്ക് ലൂസാക്കി ഊരി എടുത്തു വെക്കാം. അപ്പോൾ മോട്ടർ മൊത്തത്തിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ മാറ്റാനുള്ള പരിപാടികൾ. ഈ ബുഷാണ് നമുക്ക് ഹോള് വീണ് പോയത്. ഇത് നിങ്ങൾക്ക് ഹോള് കാണാം. ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു പിന്നാണ്. ഇതിങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി എടുത്തു കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുക്കാൻ സാധിക്കും. അഴിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അതിന് വേണ്ടി നമ്മൾ യൂണിവേഴ്സലായി മേടിച്ചൊരു സംഭവമാണിത്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പല്ലല്ല, ഇതിൽ ഇങ്ങനെ ത്രെഡ് ടൈപ്പാണ് വരുന്നത്. ഇത് യൂണിവേഴ്സൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. മറ്റതുപോലെയല്ല, നമുക്ക് ആ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇവിടെ ടൈറ്റ് ചെയ്തായി. ഇതിവിടെ വന്നല്ല. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ. ഇതിന്റെ ടൈറ്റ് വന്നിട്ട് ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസിലാണ് ഇതിന്റെ ടൈറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മോട്ടർ ഫിക്സ് ചെയ്യാം. ഇത് വേറൊന്നുമില്ല, നമുക്ക് ഇവിടെ ഇതിന്റെ ഗാഡികൾ കറക്റ്റ് ആയാൽ മതി. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, 3 ലോക്കുകളും വേണ്ടിട്ടുണ്ട്. നമുക്കെന്നാൽ ഇത് 3 സ്ക്രൂ ചെയ്തേക്കാം. ഇനി ഇതിന്റെ മേലെ നമുക്ക് ഇതിന്റെ ബ്രേക്ക് അസംബ്ലിന്റെ ഷീറ്റാണ് വെക്കേണ്ടത്. അത് എല്ലാത്തിനും പാകമല്ല. ഈ മോട്ടോർ നമ്മൾ LGന്റെ മേടിച്ചേക്കുന്നത് സ്യൂട്ടബിൾ അല്ല. നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രില്ലിന് തുളയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു പ്ലേറ്റ് വാഷർ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ തൽക്കാലം ഒരുപാട് കോപ്പർ ലെഗ് ഉള്ളതുകൊണ്ട് ഒരു കോപ്പർ ലെഗ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ സ്പ്രിങ് കൊടുക്കാം. കേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻസ് കൊടുക്കാം. ഇതിന് 3 കണക്ഷനാണ്. ഇതാണ് കപ്പാസിറ്റർ ലൈൻ വരുന്നത്. അത് നമ്മൾ കപ്പാസിറ്ററിലേക്ക് തന്നെ കപ്പാസിറ്ററിന്റെ ലൈനിലേക്ക് കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ ഇതിൽ ഗ്രേ വയർ കണക്ട് ചെയ്യാണ്. ഒന്ന് കപ്പാസിറ്റർ ലൈനും ഒന്ന് ഫേസ് ലൈനും ആണ്. ഇനി നമുക്ക് ഇതിന്റെ കോമൺ ലെഗില് ന്യൂട്രൽ കൊടുക്കാം. നമുക്ക് കാണാം പിന്നിൽ നിന്ന് വരുന്ന ന്യൂട്രലാണ് കോമൺ ആയിട്ട് ആ മോട്ടറിലേക്കും ഈ മോട്ടറിലേക്കും പോയേക്കുന്നത്. നമുക്ക് ഇതിന്റെ എർത്ത് കണക്ഷൻ കൊടുക്കാം. ഇതൊക്കെ മസ്റ്റ് കണക്ഷൻ ആണ്. ഈ കണക്ഷൻ ഒന്നും ഒരിക്കലും മിസ്സായി പോകരുത്. എർത്തിന്റെ എർത്ത് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മോട്ടർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. മോട്ടർ കറങ്ങുന്നുണ്ട്. നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം ലീക്ക് ആവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മോട്ടറിനകത്തേക്ക് പോകണ്ട. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഷിംഗ് മെഷീന്റെ അതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡ്രം ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി കൊടുക്കുകയാണ്. നമുക്ക് ഡ്രമ്മിന്റെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, ഇതുണ്ട്, ഒരു കുത്തിട്ടിട്ടുണ്ട്. അതിന്റെ നേരെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ബ്രേക്കിന്റെ കേബിളിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. അതുപോലെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ വാഷിംഗ് മോട്ടറിന്റെ ബെൽറ്റ് ഊരിയിട്ടിരുന്നു, അതൊക്കെ കണക്ട് ചെയ്യണം. ഇതൊക്കെ സിമ്പിൾ ആണ്. പിന്നെ നമ്മൾ ഊരിയ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. വയറിങ്ങുകളൊക്കെ തൽക്കാലം ഒന്നും നനവൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിന്റെ ബേക്ക് കവറൊക്കെ ഇട്ടതിന് ശേഷം ഓരോ സ്ക്രൂകൾ പഴയതുപോലെ ഒരു സ്ക്രൂ ഒഴിവാക്കി കളയേണ്ട എല്ലാം ടൈറ്റ് ആക്കി എടുക്കാം. ബേക്കിൽ പിന്നെ സ്ക്രൂ ഒന്നുമില്ല. ഇനി ബാക്കി സ്ക്രൂകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിക്കാം. മോട്ടർ ഒന്ന് കറക്കി നോക്കാം. നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അവസാന ഘട്ടം നമുക്കൊരു ടേപ്പും കൂടെ അടിച്ചു വെക്കാം. ഇതിന് സ്ക്രൂ ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതിയേക്കുക. വാഷിംഗ് മെഷീനെ കുറിച്ചുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതുക. നമ്മൾ തീർച്ചയായിട്ടും അതിന് റീപ്ലൈ ചെയ്യുന്നതാണ്. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഷോപ്പിംഗ് ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദിയുണ്ട്. ഇതുപോലുള്ള അടിപൊളി വിഷയങ്ങളുമായിട്ട്
വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.